യേശുമിശിഹായിൽ സ്നേഹമുള്ളവരെ, നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലെ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. വിളമ്പുന്നത് ഭക്ഷിക്കാൻ വലിയ കുഴപ്പമില്ല അല്ലേ? ബോബി ജോസ് കട്ടിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരച്ഛനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലർ കണ്ടിട്ടുണ്ടാവും, ചിലർ ടി വിയിലൊക്കെ അച്ഛൻ പറയുന്ന പ്രഭാഷണം കേട്ടിട്ടുണ്ടാവും. കറുത്തുടുപ്പൊക്കെ ഇട്ടിട്ട് താടിയും മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള അച്ഛൻ പറയാണ്, നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ കിട്ടിയത് അതുകൊണ്ട് സംതൃപ്തിപ്പെടണം. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു ഭർത്താവുണ്ട്, ആ ഭർത്താവിൽ നിങ്ങൾ സംതൃപ്തിപ്പെടണം. നിങ്ങൾക്കൊരു ഭാര്യയുണ്ട്, ആ ഭാര്യയിൽ നിങ്ങൾ സംതൃപ്തിപ്പെടണം. മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, അവരിൽ നിങ്ങൾ സംതൃപ്തിപ്പെടണമെന്നാണ് ബോബി ജോസ് കട്ടിക്കാട്ടച്ചൻ പറയുന്നത്. ഈ തിരുവചന ഭാഗം എടുത്തിട്ട് നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. ഇപ്പൊ നമ്മൾ വിളമ്പുമ്പോൾ ചിലപ്പോൾ മധുരമുള്ളതുണ്ടാവും അല്ലേ? മധുരമുള്ളത് നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. ചിലപ്പോൾ പുളി ഉണ്ടാവും, ചിലർക്ക് പുളി ഇഷ്ടമാണ്. ചിലപ്പോ ചവർപ്പുള്ളതുണ്ടാവും, ചിലപ്പോ കയ്പുള്ളതുണ്ടാവും. മധുരമുള്ളതായാലും പുള്ളിയുള്ളതായാലും ചവർപ്പുള്ളതായാലും കയ്പുള്ളതായാലും എന്ത് തന്നെയായാലും നിങ്ങൾക്ക് എന്താണോ ദൈവം വിളമ്പി തന്നിട്ടുള്ളത് അത് സ്വീകരിക്കണം എന്ന് പറയണേ. അപ്പോ അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണം പറയാണ്. അച്ഛന് ഇഷ്ടമുള്ള കാര്യമാണ്, ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഇഷ്ടമുള്ള കാര്യം പുട്ടും കടലയാണ്. അപ്പൊ അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി മേശപ്പുറത്ത് പോയപ്പോ അവിടെ ഇഡലിയും ചമ്മന്തി. അച്ഛനത് കഴിക്കാൻ ഇഷ്ടമില്ല. അപ്പൊ അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ ആ ഇഡലിയും ചമ്മന്തിയും എടുത്ത് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ച് ഒരു അരമണിക്കൂർ നേരം പ്രാർത്ഥിച്ചു. ഈശോയെ, ഈ ഇഡലിയും ചമ്മന്തിയും പുട്ടും കടലയുമായി മാറട്ടെ എന്ന് പറഞ്ഞ് അരമണിക്കൂർ നേരം സ്തുതിച്ചു പ്രാർത്ഥിച്ചു. അരമണിക്കൂർ കഴിഞ്ഞപ്പോ അച്ഛൻ മൂടി വെച്ച പാത്രം തുറന്നു നോക്കിയപ്പോ അത് ഇഡലിയും ചമ്മന്തിയും തന്നെയാ. അരമണിക്കൂർ മുമ്പ് കുറച്ചും കൂടി ചൂടുണ്ടായിരുന്നു, ഇപ്പോ അതിന് ചൂടില്ലാണ്ടായി, തണുത്തു. അപ്പൊ നമ്മള് ചിലപ്പോഴെങ്കിലൊക്കെ ഇതുപോലെ ഇങ്ങനെ മൂടി വെച്ച്, കർത്താവേ ഞങ്ങളുടെ മക്കളെ മാറ്റിത്തരണമേ, എൻ്റെ ഭർത്താവിനെ മാറ്റിത്തരണമേ, എൻ്റെ ഭാര്യയെ മാറ്റിത്തരണമേ എന്ന് പറഞ്ഞ് സ്തുതിച്ച് കൈയടിച്ച് ഓളിട്ട് പറഞ്ഞിട്ട് പാത്രം തുറന്നു നോക്കുമ്പോ അത് അതുപോലെ തന്നെ ഇരിക്കും. ഈശോയെ, ഞാൻ കുറെ ധ്യാന കേന്ദ്രത്തിലേക്ക് പോയല്ലോ, ഞാൻ കുറെ പ്രാർത്ഥിച്ചല്ലോ, ഞാൻ എത്ര നൊവേനകളിൽ പങ്കെടുത്തതാ, ഈ സാധനത്തിന് ഒരു മാറ്റമില്ല കർത്താവേ. അപ്പൊ ആർക്കാ മാറ്റം വേണ്ടത്? നമുക്കാണ് മാറ്റം വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മറുതലിച്ചുകൊണ്ടേയിരിക്കും. ഈ സാധനത്തിന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിട്ട് മാറൂല, നമ്മളും മാറില്ല. അപ്പൊ മാറേണ്ടത് ആരാ? നമ്മളാണ് മാറേണ്ടത്. നമ്മൾ മാറി തുടങ്ങി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മളുമായി ഇടപഴകുന്ന വ്യക്തികളിലെ മാറ്റം പതുക്കേനെ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മാറാതെ എൻ്റെ വീട്ടിലുള്ള ഒരു പ്രശ്നം കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നടക്കണേന്ന് നമ്മളിങ്ങനെ പഴി ചാരാനും വേവലാതി പറയാനും പഴിക്കാനും തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറില്ല, വീട്ടിലുള്ള സാഹചര്യങ്ങൾ മാറില്ല, അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു തമാശ കേട്ടിട്ടുണ്ട്. ചില കുട്ടികളൊക്കെ പറയേ,
ഞാൻ ഇവിടെ ജനിക്കേണ്ടവനേ അല്ല, ഞാൻ വല്ല അമേരിക്കയിലോ ഞാൻ വല്ല യൂറോപ്പിലൊക്കെ ജനിക്കേണ്ടവനായിരുന്നു. ഞാൻ ഇവിടെ ഈ കേരളത്തില്, അത് കുഗ്രാമത്തില്, ചില സ്ഥലത്ത്, ഈ വീട്ടിൽ ഞാൻ ജനിക്കേണ്ടവനേ അല്ല. നമ്മൾ എവിടെയാണോ ജനിച്ചിട്ടുള്ളത്, നമുക്ക് എന്താണോ വിളമ്പിയിട്ടുള്ളത്, അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടില്, നമ്മുടെ ഉള്ളില് അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. നമ്മളിത് സ്വീകരിക്കാത്തിടത്തോളം കാലം മുഷ്ടി ചുരുട്ടി നമ്മൾ കർത്താവിനോട് കുറെ പ്രാർത്ഥിച്ചതിന്റെ പേരില്, ശക്തി കൂട്ടി നമ്മൾ കുറെ സ്വരം ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചതിന്റെ പേരില് നമുക്ക് യാതൊരു മാറ്റവും സംഭവിക്കില്ല. നിങ്ങൾക്കറിയാം വിശുദ്ധ കൊച്ചു ത്രേസ്യയെ കുറിച്ച് അല്ലേ? കൊച്ചു ത്രേസ്യയുടെ അപ്പൻ പേര് ലൂയി മാർട്ടിൻ, അമ്മയുടെ പേര് സെലിൻ മാർട്ടിൻ. അപ്പോ കൊച്ചു ത്രേസ്യയുടെ അപ്പൻ ലൂയി മാർട്ടിൻ 38 വയസ്സായി. വാച്ചൊക്കെ നന്നാക്കുന്ന ഒരാളാണ്, റിപ്പയർ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം അച്ഛനാവാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആവാൻ പറ്റിയില്ല. സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ആവാനായിട്ട് പറ്റിയില്ല. സെലിൻ 32 വയസ്സായി, തുന്നൽക്കാരിയാണ്. ഇങ്ങനെ തുണികളൊക്കെ തുന്നിക്കൊടുത്ത്, അങ്ങനെ വസ്ത്രങ്ങളൊക്കെ നെയ്തു കൊടുത്ത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. സിസ്റ്റർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സിസ്റ്റർ ആവാൻ പറ്റിയില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും ആ ഫ്രാൻസിലുള്ള ഇവരുടെ വീടിന്റെ അടുത്തുള്ള ഒരു പാലത്തില് കണ്ടുമുട്ടി. 38 വയസ്സായ ലൂയി മാർട്ടിനും 32 വയസ്സായ സെലിനും. അപ്പൊ ഇവരിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ഇവർക്ക് രണ്ടുപേർക്കും കൂടിയുള്ള ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധരാകണം. രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്, വിശുദ്ധരാകണം. സിസ്റ്റർ ആവാൻ നോക്കിയിട്ട് സെലിന് സിസ്റ്റർ ആവാൻ പറ്റിയില്ല. അച്ഛനാവാൻ നോക്കിയിട്ട് ലൂയി മാർട്ടിനെ അച്ഛനാവാനും പറ്റിയില്ല. അപ്പൊ ഇവർ രണ്ടുപേരും അവിടെ വെച്ചൊരു തീരുമാനം എടുത്തു, എന്നാ നമുക്ക് കല്യാണം കഴിച്ചാലാ. രണ്ടുപേർക്കും ഒരേ ആഗ്രഹമാണ്, വിശുദ്ധരാകണം. അങ്ങനെ അവർ തീരുമാനിച്ചു. അവര് കല്യാണം കഴിക്കാൻ ഒരുങ്ങി കല്യാണം കഴിച്ചു. അവർക്ക് 9 കുട്ടികളുണ്ടായി. 9 കുട്ടികളുണ്ടായി. അതില് 2 പേര്, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. പിന്നീട് ഉണ്ടായിരുന്നത് 5 പെൺകുട്ടികളാണ്. അങ്ങനെ ഈ അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് ഈ 5 പെൺകുട്ടികളെ വളർത്തി. മൂത്ത ആളെ ഇങ്ങനെ പഠിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ മൂത്ത ആള് സിസ്റ്റർ ആവാൻ പോയി. അതിന് പിന്നാലെയുള്ള ഓരോരുത്തർ സിസ്റ്റർ ആവാൻ പോയി. അതിൻ്റെ ഇടയ്ക്ക് ഈ സെലിനെ രോഗം പിടിപെട്ടു. രോഗം പിടിപെട്ടതിന് ആ മുമ്പ് തന്നെ ഇങ്ങനെ ഈ കൊച്ചു ത്രേസ്യയാണ് ഇളയ മകള്. കൊച്ചു ത്രേസ്യ ഈ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഇടയ്ക്ക് എങ്ങനെ ചോദിക്കും. എന്താ ചോദിക്കുക? അമ്മ മരിച്ചിരുന്നെങ്കി. ചെറിയ കുട്ടിയാണ് ട്ടാ, 3-4 വയസ്സായിട്ടുള്ളൂ. ഈ കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അമ്മോട് ചോദിക്കുക. നമ്മളോട് നമ്മുടെ പിള്ളേര് ചോദിക്കോ, അമ്മയൊന്നും ചത്തിരുന്ന? അതുപോലെയല്ല ചോദിച്ചത്. ഈ കൊച്ചു ത്രേസ്യ അമ്മോട് ഇങ്ങനെ പലതവണ ചോദിച്ചപ്പോ കൊച്ചു ത്രേസ്യയുടെ അമ്മ സെലിൻ കൊച്ചു ത്രേസ്യനെ വിളിച്ചിരുത്തിയിട്ട് ചോദിച്ചു, എന്താ മോളെ നീ ഇങ്ങനെ ചോദിക്കണേ അമ്മോട്? അപ്പോ കൊച്ചു ത്രേസ്യ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോകും. അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സ്വർഗത്തിൽ പോകും. നമ്മുടെ ഏതെങ്കിലും പിള്ളേരിങ്ങനെ പറയോ നമ്മളോട്, അമ്മ പെട്ടെന്ന് മരിച്ചോ കുഴപ്പമില്ല നേരെ സ്വർഗത്തിൽ പൊക്കോളുന്നു? കൊച്ചു ത്രേസ്യയുടെ അമ്മ കൊച്ചു ത്രേസ്യയുടെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. തുടർന്ന് കൊച്ചു ത്രേസ്യയുടെ അപ്പനാണ് കൊച്ചു ത്രേസ്യയെ കുട്ടികളെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചേച്ചിമാരും ഓരോരുത്തരായിട്ട് പഠനം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ആവാൻ പോയി. കൊച്ചു ത്രേസ്യയുടെ ഉള്ളിൽ ഇങ്ങനെ സിസ്റ്റർ ആവാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. എല്ലാ ദിവസവും അപ്പൻ്റെ കൂടെ പള്ളിയിലേക്കൊക്കെ പോകും. കൊച്ചു ത്രേസ്യ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലത്തെ പിള്ളേരോട് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഒരു വിശുദ്ധം പ്രാർത്ഥിക്കണം കണ്ടുണ്ട?
അപ്പൊ പിള്ളേര് പറയേ, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, എൻ്റെ അപ്പനെ നോക്കിയാൽ മതി. എൻ്റെ അപ്പൻ മണിക്കൂറുകൾ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ അവരുടെ അപ്പനെ നോക്കിയിട്ട്? അപ്പോ കൊച്ചു ത്രേസ്യയുടെ ചെറുപ്പത്തിൽ തന്നെ ഈ അപ്പനെയും അമ്മയെയും വിശുദ്ധരായിട്ട് കണ്ടായിരുന്നു. പിന്നീട് കൊച്ചു ത്രേസ്യ മരിച്ചു, സിസ്റ്റർ ആവാൻ ചേർന്നു. കൊച്ചു ത്രേസ്യ മരിച്ചു. കൊച്ചു ത്രേസ്യ ആദ്യം വിശുദ്ധിയായി. അതിനുശേഷം കൊച്ചു ത്രേസ്യയുടെ അപ്പനെയും അമ്മയെയും വിശുദ്ധരാക്കി സഭ. ലൂയി മാർട്ടിനെയും സെലിനെയും. ഇപ്പോ ആ സ്ഥലത്തെ ആ ഗ്രാമം അറിയപ്പെടുന്നത് കൊച്ചു ത്രേസ്യയുടെയും കൊച്ചു ത്രേസ്യയുടെ അപ്പൻ്റെയും ആ പേരിലാണ് അറിയപ്പെടുന്നത്. പള്ളിയിലേക്ക് പോകുമ്പോൾ തന്നെ ഈ അപ്പൻ്റെയും അമ്മയുടെയും ബോഡി അടക്കിയിട്ടുള്ളത് പള്ളിയിലാണ്, ഇടവ പള്ളിയിലാണ്. അപ്പോൾ വലിയൊരു ഫ്ലെക്സ് പോലെ രൂപം അങ്ങനെ ചെയ്തു വെച്ചേക്കാണ് ഈ ലൂയി മാർട്ടിന്റെയും സെലിന്റെയും. അതിന്റെ അടുത്തുള്ള കോൺവെന്റിലാണ് കൊച്ചു ത്രേസ്യയെ അടക്കിയിട്ടുള്ളത്. കൊച്ചു ത്രേസ്യ ഒരു നാട് മുഴുവൻ ഇവരുടെ വീട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ വീട്ടിലുള്ള ആളുകളെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു ത്രേസ്യയുടെ ഒരു ചേച്ചിയെ കൂടെ ധന്യയായിട്ടുള്ള പദവിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്, വിശുദ്ധ പദവിയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു വീട്ടില് വിശുദ്ധരാകാൻ ആഗ്രഹിച്ച ഒരു അപ്പൻ, വിശുദ്ധിയാകാൻ ആഗ്രഹിച്ച ഒരു അമ്മ, വിശുദ്ധിയാകാൻ ആഗ്രഹിച്ച മക്കൾ, 5 പെൺകുട്ടികള്, 5 പേരും സിസ്റ്റർമാരായി. ആ ഭവനത്തിലുള്ളവരെല്ലാവരും ദൈവത്തിനെ അത്രമാത്രം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നടന്നു. നമ്മുടെ മക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതാണ്. നിങ്ങൾ അലമുറയിട്ട് ഓളിയിടുകയോ, നിങ്ങൾ വേറെ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി കൊടുക്കുകയോ, മറ്റ് സ്ഥലം വെട്ടിമുറിച്ച് കൊടുക്കുകയോ ഒന്നും ചെയ്യണ്ട. വിശ്വാസം പകർന്നു കൊടുക്കുക, വിശുദ്ധരായി ജീവിക്കുക. നമ്മുടെ മക്കൾക്ക് നമ്മളെ കാണുമ്പോൾ വിശുദ്ധിയുള്ള ഒരു അമ്മയാണ്, വിശുദ്ധിയുള്ള ഒരു അപ്പനാണ്, ഞങ്ങളെ വിശുദ്ധിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളാണെന്ന് പറയാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നമ്മൾ കുറെ നമ്മുടെ ആവലാദികളും വേവലാദികളും പരാതികളും പരിവട്ടങ്ങളൊക്കെ ആയിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വരും. കർത്താവ് അതിനല്ലല്ലോ മരിച്ചത്, കർത്താവ് അതല്ലല്ലോ നമുക്ക് വിളമ്പി തന്നിട്ടുള്ളത്. നമുക്ക് എന്താണോ വിളമ്പി തന്നിട്ടുള്ളത് അത് സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിലെ സന്തോഷത്തോടു കൂടെ പോകാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്തില് ദൈവം നമ്മെ ജീവിക്കാനായിട്ട് അനുവദിച്ചപ്പോ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മാതാപിതാക്കളെ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളിയെ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന കൂടപ്പിറപ്പുകളെ, ദൈവം എനിക്ക് തന്നിരിക്കുന്ന മക്കളെ അതുപോലെ തന്നെ സ്വീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സംതൃപ്തി ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പരാതി മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോകുന്നുണ്ട്, ഒരുപാട് നൊവേനകളും മറ്റ് ഭക്തകൃത്യങ്ങളും കുരിശിൻ്റെ വഴി ഒക്കെ ചെല്ലുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എത്രമാത്രം വിശുദ്ധരാകാനുള്ള ആഗ്രഹത്തോടു കൂടിയാണോ നമ്മൾ ചെയ്യുന്നത്, അത്രമാത്രം അനുഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് ദൈവം അങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാമത്തെ അധ്യായം, എപ്പോഴും സന്തോഷത്തോടു കൂടെ ആയിരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടു കൂടി ആയിരിക്കാൻ പറ്റണം. പക്ഷെ ചിലരുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ സന്തോഷം കാണാനില്ല. ഇടവിടാതെ പ്രാർത്ഥിക്കാൻ പറ്റണം. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോ അതിങ്ങനെ നോക്കി വെള്ളം ഇറക്കിയിരിക്കുകയല്ല വേണ്ടത്, അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. അവരോട് അസൂയ തോന്നല്ല വേണ്ടത്, ദൈവം അവർക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. ഞാൻ പുതുരുത്തി പള്ളിയിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഞങ്ങളുടെ പള്ളിയുടെ പേര് സെന്റ് പയസ് 10th ചർച്ച് എന്നാണ്. ഈ ഓഗസ്റ്റ് മാസത്തിലാണ്, 21-ാം തീയതിയാണ് പെരുന്നാൾ, അവിടെ ഊട്ടുതിരുന്നാള്. അപ്പം ഈ വിശുദ്ധൻ ഒരു ദരിദ്രനായി ജനിച്ച് ദരിദ്രനായി ജീവിച്ച് ദരിദ്രനായി മരിച്ചൊരു വ്യക്തിയാണ്. പഠിക്കാൻ കാശില്ലാതെ വന്നപ്പോ ഇടവപ്പള്ളിയിലെ വികാരിച്ചൻ അവനെ പഠിപ്പിച്ചു.
തുടർന്ന് സെമിനാരിയിൽ സ്കോളർഷിപ്പോട് കൂടെ പഠിച്ചു. തുടർന്ന് ഇറ്റലിയിലുള്ള മാന്തുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് മെത്രാനായി. തുടർന്ന് വെനീസിലെ പാത്രിയർക്കീസായി. തുടർന്ന് മാർപ്പാപ്പിയായി. അപ്പോഴും അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചത് ഇപ്രകാരമാണ്: ഞാനൊരു സാധാരണക്കാരനായി ജനിച്ചു, ഞാൻ സാധാരണക്കാരനായി, അതായത് പാവപ്പെട്ടവനായി ജീവിച്ചു, എനിക്ക് പാവപ്പെട്ടവനായി മരിക്കണം. നമ്മള് വിൽപത്രത്തിൽ എന്താ വയ്ക്കുക? വടക്കേ ഭാഗത്തുള്ള നിലത്തിന്റെ 15 സെന്റ് സ്ഥലവും അതിനോട് ചേർന്ന് അല്ലേ, അതല്ലേ നമ്മൾ ചെയ്യുക? സ്നേഹമുള്ളവരെ, അങ്ങനെ ഒരു വിൽപത്രം എഴുതി വെച്ച് മരിച്ച വിശുദ്ധൻ ഇതുവരെയും അഴുകാതെ ശരീരമുള്ളവനായിത്തീർന്നു. ജീവിച്ചിരിക്കുമ്പോ ഇദ്ദേഹം ഇങ്ങനെ മാർപ്പാപ്പയുടെ ഓഡിയൻസ് നടത്തുന്ന സമയത്ത് നടക്കാൻ പറ്റാത്ത ഒരു കുട്ടി, ഇങ്ങനെ വേച്ച് നടക്കുന്ന ഒരു കുട്ടി മാർപ്പാപ്പയുടെ മടിയെ കയറിയിരുന്നു. ഇങ്ങനെ വേച്ച് നടന്ന കുട്ടി മടിയെ കയറിയിരുന്നു. മാർപ്പാപ്പ ഇങ്ങനെ പ്രസംഗം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് സാധാരണ പോലെ ഇറങ്ങിപ്പോയി മടിയിൽ. ആൾക്കാരൊക്കെ ആശ്ചര്യപ്പെട്ടു. പക്ഷെ മാർപ്പാപ്പയ്ക്ക് യാതൊരു വ്യത്യാസം ഉണ്ടായില്ല. കാരണം എന്താ? മാർപ്പാപ്പ ചെയ്ത അത്ഭുതമല്ല എന്ന് മാർപ്പാപ്പയ്ക്ക് നന്നായി അറിയായിരുന്നു. അത്ഭുതം ആരാ ചെയ്യണേ? ദൈവം, ഈശോ. അതുകൊണ്ട് മാർപ്പാപ്പ ജീവിച്ചിരിക്കുമ്പോ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. എന്നിട്ടും മാർപ്പാപ്പ ഒരിക്കൽ പോലും ഇത് എന്റെ ക്രെഡിറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. നമുക്ക് അഞ്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് ഒരു ധ്യാന കേന്ദ്രം പറഞ്ഞു കൊടുത്തിട്ട് ആൾക്ക് എന്തെങ്കിലും ഒരു നന്മ കിട്ടി കഴിഞ്ഞാൽ ഫുൾ ക്രെഡിറ്റ് എനിക്ക് വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം: ഈശോയെ, എനിക്ക് ലഭിച്ചിരിക്കുന്ന മാതാപിതാക്കള്, എൻ്റെ കുടുംബാംഗങ്ങള്, എൻ്റെ ജോലി, ഞാനായിരിക്കുന്ന ഇടങ്ങള്, എൻ്റെ മക്കള്, അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കാനായിട്ട് എന്നെ പഠിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ഈശോയെ, പല കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ അൾത്താരയിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഒക്കെ അപ്പുറത്ത് നീ ഞങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നീ നൽകുന്നത് സ്വീകരിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, മക്കളെ, അവരായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളെ, അവരുടെ സ്വഭാവത്തിന്റെ പ്രത്യേകതകളെ ഒക്കെ സമർപ്പിക്കുന്നു. ഈശോയെ, അവയെ അതുപോലെ തന്നെ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈശോയോട് കൂടെ ആയിരിക്കാനുള്ള കൃപ നൽകണമേ. ഈശോയെ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപ്പെടുത്താനാകുമെന്ന് സ്ലീഹ ചോദിക്കുന്നുണ്ട്. പട്ടിണിയോ ദുരിതമോ നഗ്നതയോ ആപത്തോ വാളോ ഇതിനൊന്നിനും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ വേർപ്പെടുത്താനായിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും വീതിയും ഒക്കെ അളക്കാനായിട്ട് നമുക്ക് ശക്തി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് കൂടെ എല്ലാം ഒന്നിച്ചു ചേർക്കാനായിട്ട് നമ്മളെ സഭ വിളിക്കുന്നുണ്ട്. ഈശോ 72 ശിഷ്യന്മാരെ അയച്ചപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ് നമ്മൾ വായിച്ചു കേട്ടത്. സ്നേഹമുള്ളവരെ, ഈ ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് നമ്മളെയൊക്കെ ഈശോ ഇതുപോലെ ഉപദേശം നൽകി ഓരോ ഭവനങ്ങളിലേക്ക് അയക്കുകയാണ്. ആ ഭവനങ്ങളിലെ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട് ആ ഭവനത്തിലുള്ള ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്, കൂടപ്പിറപ്പുകളോട് ഈശോയുടെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കാനായിട്ട് നിർബന്ധിച്ചുകൊണ്ട് സ്വർഗത്തിലെ ക്രിസ്തുവിനോടുകൂടെ ഒന്നായി തീരാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. അതിനായി വിശുദ്ധരെ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും, നമ്മുടെ നിയോഗങ്ങളെയും ആഗ്രഹങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം